ഹായ് നമസ്കാരം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു FB പോസ്റ്റ് കണ്ടു. ഒരു ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോൾ 4 ഐകൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. തീർച്ചയായിട്ടും ഞാനത് 100% യോജിച്ചുകൊണ്ട് തന്നെ. കാരണം ഫ്രാഞ്ചൈസി ബിസിനസ്സിൽ അല്ലെങ്കിൽ പാർട്ട്ണർ ബിസിനസ്സിൽ അല്ലെങ്കിൽ ടെക്നോളജി പാർട്ട്ണർമാരെ അപ്പോയിൻമെൻറ്റ് ചെയ്തുകൊണ്ട് 200-ലധികം ടെക്നോളജി പാർട്ട്ണർമാരെ സക്സസ്ഫുള്ളായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യുകയും അതിനകത്ത് കുറച്ച് ചിലർ വിജയിക്കുകയും എന്നാൽ കുറച്ച് ചിലവർ വിജയിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 4 ഐകൾ ഞാൻ ഒരു പക്ഷേ ശ്രദ്ധിച്ചുകൊണ്ടോ ചിലർക്ക് കൊടുത്തപ്പോൾ അത് ശ്രദ്ധിച്ചു, ചിലർക്ക് കൊടുത്തപ്പോൾ അത് ശ്രദ്ധിച്ചില്ല എന്നുള്ള കാരണമാണ്. അപ്പോൾ ആ 4 ഐകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം നമ്മൾ എപ്പോഴും ഒരു ഒരു ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു ടെക്നോളജി പാർട്ട്ണറൊക്കെ അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടതാണിത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ കൊടുക്കുന്ന ഒരാൾക്ക് ഒന്നാമത്തെ ഐ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ഫിസിക്കൽ ഓഫീസ് ഉണ്ടോ. സർവീസൊക്കെ ആണെങ്കിൽ ഫിസിക്കൽ ഓഫീസ്, പ്രൊഡക്റ്റ് ആണെങ്കിൽ ഗോഡൗൺ അല്ലെങ്കിൽ ഒരു കട ചെയ്യാനുള്ള സെറ്റപ്പുകൾ, അതിനുള്ള ഗോഡൗൺ സെറ്റപ്പുകൾ അല്ലെങ്കിൽ അതിനുള്ള സ്റ്റാഫിനെ അപ്പോയിൻമെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ നോക്കേണ്ടത്. അതുപോലെ തന്നെ അവൻ്റെ വെർച്വൽ ഓഫീസ് ഉണ്ടോ. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും ഫിസിക്കൽ ഓഫീസ് മാത്രമല്ല, അവൻ്റെ വെർച്വൽ ഓഫീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ആദ്യത്തെ ഐ എന്ന് പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ. രണ്ടാമത്തെ ഐ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പം നമുക്കറിയാം എന്ത് സാധനം ചെയ്യണമല്ലോ. ഇപ്പം നമ്മളൊരു ചെടി നടുന്ന പോലെ തന്നെയാണ് ബിസിനസ്. നമ്മൾ കുറേ നാൾ അതിനു വേണ്ടി പരിപാലിക്കേണ്ടി വരും, അതിന് ശേഷമാണ് ഒരു ഫലം കിട്ടിത്തുടങ്ങുക. അപ്പം പലരുടെയും പ്രശ്നം ആരംഭിക്കുന്നത് വളരെ നല്ല രീതിയിലായിരിക്കും, പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് വെള്ളവും ഒക്കെ കൊടുത്ത് പരിപാലിച്ച് തന്നാലേ അത് പുഷ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ വേണം. പിന്നെ അതുപോലെ തന്നെ AUM, അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് വേണം, വളരെ വ്യക്തമായിട്ടുള്ള. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ഏതൊക്കെ അല്ലെങ്കിൽ ഒരു ഫണ്ട് ഇല്ലാതെ, ഒരു മിനിമം പ്ലാനിങ് ഇല്ലാതെ എന്തൊക്കെ ബിസിനസ്സുകൾ തുടങ്ങിയിട്ടുണ്ടോ അതെല്ലാം, അല്ലെങ്കിൽ ഞാൻ ഏതൊക്കെ ആളുകളെ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ടോ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല, പൈസ ഇല്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ അപ്പോയിൻമെൻറ്റ് ചെയ്യരുതെന്നുള്ളതാണ് സത്യം. മൂന്നാമത്തെ ഐ എന്ന് പറയുന്നത് പിന്നെ ഇൻഫ്ലുവൻസ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആളുകൾ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബിസിനസ്സും തുടങ്ങി സാറേ ഞാൻ പൊട്ടിപ്പോയി, അതുകൊണ്ട് ഇതെങ്കിലും എനിക്ക് രക്ഷപ്പെടണമെന്ന് പറയുന്ന ഒരാൾ അതിലും പൊട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു മാർക്കറ്റിൽ സക്സസ് ഫോർമുലയെ ടേസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് അല്ലെങ്കിൽ അയാളൊരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഒരു ഫെയിലർ ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ, ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ അയാൾ എന്ത് ബിസിനസ് കൊണ്ടുവന്നാലും അത് അയാൾ പരിചയപ്പെടും. അയാൾ സെൽഫ് മോട്ടീവ് ആയിരിക്കില്ല, ചിലപ്പം അയാൾ സെൽഫായിട്ടുള്ള മറ്റുള്ളവരെ ഒരു മോട്ടീവ് ചെയ്യാൻ, ഈവൻ മോട്ടിവേഷൻ മാത്രമല്ല ഒരു ബെനിഫിറ്റ്സ് ഷെയർ, അവരൊരു സക്സസ് വേറൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റോ സർവീസോ മറ്റുള്ളവർ വാങ്ങുള്ളൂ. അപ്പോൾ അതിന് പറ്റാത്ത ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ ഫെയിലിയർ തന്നെയാണ്. അടുത്ത ഒരു ഐ എന്ന് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവോൾവ്മെൻ്റ് ആണ്. ഇൻവോൾവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലരൊക്കെ വന്ന് പറയാറുണ്ട്, സാറേ എനിക്കിപ്പം തന്നെ കുറേ ബിസിനസ്സുകളുണ്ട്, അപ്പം ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ. അതുപോലെ തന്നെ പാർട്ട്ണർമാരുണ്ട് പലരും, ചിലർ വരും എന്നിട്ട് ഇൻവോൾവ്മെൻ്റ് ഒന്നും കാണില്ല. അതുപോലെ തന്നെ ഒരു ബിസിനസ് എടുത്തു വെക്കും, പക്ഷേ അതിനകത്ത് ഡെയിലി ചെയ്യേണ്ട ആക്ടിവിറ്റികളോ ഒന്നും ചെയ്യത്തില്ല. നമ്മളിവിടുന്ന് എത്ര സപ്പോർട്ട് ചെയ്ത് കൊടുത്താലും അവർ ചെയ്യത്തില്ല. ലാസ്റ്റ് എന്നിട്ട് ബിസിനസ് ഫെയിലിയർ ആയെന്ന് പറയും. അപ്പോൾ ഈ 4 ഐകൾ, ഇപ്പം നിങ്ങളുടെ ഒരു വ്യക്തി നിങ്ങൾ ഇനി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ടെക്നോളജിയെ അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോഴും ഈ 4 ഐകൾ ശ്രദ്ധിക്കണം. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇൻഫ്രാസ്ട്രക്ചറുള്ള വ്യക്തി ആയിരിക്കണം, രണ്ടാമത് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം, മൂന്നാമത് ഇൻഫ്ലുവൻസ് പേഴ്സൺ ആയിരിക്കണം, നാലാമത് ഇൻവോൾവ്മെൻ്റ് ആയിരിക്കണം. ഇത് ഞാൻ അനുഭവത്തിലൂടെ അറിഞ്ഞ ഒരാളാണ്. എനിക്ക് 200-ലധികം ടെക്നോളജി പാർട്ട്നേഴ്സ് ഉണ്ട്. ഇത് ആരൊക്കെ വിജയിച്ചെന്ന് ചോദിച്ചാൽ ഈ 4 ഐകൾ ഉണ്ടായിരുന്ന ആളുകളാണ് വിജയിച്ചത്. ഇത് ആരൊക്കെ പരാജയപ്പെട്ടെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഏരിയയിൽ അവർ ചെയ്തിട്ടില്ലെങ്കിൽ, എക്സാമ്പിൾ അവർക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല, അല്ലെങ്കിൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസ്, സമൂഹത്തിലെ ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല, അല്ലെങ്കിൽ അയാൾ ഇൻവോൾവ്മെൻ്റ് ഇല്ല, ഇങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളെല്ലാം ഫെയിലിയറാണ്. എൻ്റെ സക്സസ് ആയിട്ടുള്ള എൻ്റെ പാർട്ട്നേഴ്സ് എല്ലാം ഈ 4 കാര്യങ്ങളും ഉള്ളവരായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൂടുതൽ നമ്മളുമായിട്ട് ഒരു ടെക്നോളജി പാർട്ട്ണറായ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് us.